എൻ്റെ പൊന്നുമക്കളേ, ഇതാണ് അച്ചാർ. നമ്മുടെ നാരങ്ങയും ഈത്തപ്പഴവും വെച്ച് അടാർ അച്ചാറാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി നാരങ്ങ കഴുകാതെ തന്നെ നമ്മൾ കഴുകി ഒരരിപ്പയിൽ ഊറ്റി വെക്കണം. അത് കുനുകുനയായിട്ട് അരിഞ്ഞിടുക. അതേപോലെ ഈത്തപ്പഴം കുരുകളഞ്ഞ് അതും ചെറുതായിട്ടൊന്ന് പീസാക്കി മാറ്റി വെക്കുക. അച്ചാർ പൊടിയും കുറച്ച് വറ്റൽ മുളക് പൊടിയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റി വെക്കുക. ഇതിലൊഴിക്കാൻ പോകുന്നത് നല്ലെണ്ണയല്ല, ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒലിവ് ഓയിലാണ് ഞാൻ അച്ചാർ തയ്യാറാക്കുന്നത്. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. ചുമ്മാ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കുക, കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു, കുറച്ച് ഉലുവ ഇട്ടു, കുറച്ച് കടുകിട്ടു. അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാ നല്ലെണ്ണ ഒഴിച്ചാലും മതി. ഒലിവ് ഓയിൽ കയ്യിലുള്ളത് കൊണ്ടാണ് അതിൽ ചെയ്ത് നോക്കിയത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് കണ്ടുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ചുമ്മാ പറയുന്നതല്ല. ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അതിലിട്ട് കൊടുത്ത് ആ എണ്ണയിൽ തന്നെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഒന്ന് മൂത്തൊരു മണം വരും. അതുവരെ ഒന്ന് നല്ല തീയിൽ തന്നെ, ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി കൊടുക്കുക. അതിന് ശേഷം വറ്റൽ മുളക് പൊടിച്ചതിട്ട് കൊടുക്കുക. ഒരു 10 വറ്റൽ മുളകുണ്ട്, അതൊന്ന് അതേപോലെ ക്രഷ് ചെയ്ത്, വറ്റൽ മുളക് ചൂടാക്കൊന്നും വേണ്ട, പച്ച തന്നെ ക്രഷ് ചെയ്ത് ഒന്നിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് അച്ചാർ പൊടി ഒരു 100 ഗ്രാം അച്ചാർ പൊടി മതി. അതും കൂടി ഇട്ട് നന്നായി യോജിപ്പിക്കുക. അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം അച്ചാർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മുളക് അടിയിലേക്ക് ഒട്ടിപ്പിടിക്കും. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച നാരങ്ങ നല്ല പോലെ ഇതിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഒരിക്കലും നാരങ്ങ പുഴുങ്ങാണ്ട് ആണിതാക്കിയത്. പച്ച തന്നെ മുറിച്ചിട്ടതാണ്. പുഴുങ്ങിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കളഞ്ഞിട്ടില്ല. പുഴുങ്ങാതെ തന്നെയാണ് ഈ അച്ചാർ ഉണ്ടാക്കിയത്. ഒരു കപ്പും ഇതിന് ഇല്ല. ഇതേപോലെ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് ആ എണ്ണയിൽ നാരങ്ങയും മുളക് പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഈത്തപ്പഴം, കുരുകളഞ്ഞ ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുത്ത് അതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് വിനാഗിരി ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ആണിവെല്ലമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആണിവെല്ലം എന്നാണ് പറയുക, നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല. വെല്ലം, കട്ട വെല്ലം, അതൊന്ന് 2 കട്ടയുണ്ട്. അത് നന്നായിട്ടൊന്ന് കത്തി കൊണ്ട് ചുരണ്ടി പൊടിച്ചു കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള വിനാഗിരം കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിവിടെ 1 കിലോ നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 50 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ടാവും. 2 ആണിവെല്ലവും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.